കുറേ മുത്തുമണികൾ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു അട തയ്യാറാക്കിയാലോ. ഈ ഒരു അട കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ. അപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുത്തുമണി ഇലയട തയ്യാറാക്കിയിട്ടുള്ളത് ചൗരി വെച്ചിട്ടാണ്. അപ്പോൾ നല്ല കിഡിലൻ ചൗരി ഇലയട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് അളവിൽ ചൗരി ഒന്ന് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ഇട്ടതിന് ശേഷം 1 കപ്പ് അളവിൽ തന്നെ നല്ല ചൂടുള്ള വെള്ളം കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ച് 1 മണിക്കൂർ ഇതൊന്ന് കുതിർക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ കുതിർക്കാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും 2-3 സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതൊന്ന് മാറ്റി വയ്ക്കാനായിട്ട്. ഇനി ഇതൊന്ന് കുതിർന്ന് വരുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ പൊടിച്ച ശർക്കരയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സിമ്പിളായിട്ടുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചൗരിയൊക്കെ 1 മണിക്കൂറിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു ചെറിയൊരു പീസ് വാഴയില എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം എണ്ണയോ നെയ്യോ ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെയായിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചൗരി ഒന്ന് ഇതിലേക്കൊന്ന് വെച്ചൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ സാധാരണ അടയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് കൂടെ ഒന്ന് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് എടുക്കാം. നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇത് അടച്ചെടുക്കുന്ന സമയത്ത് പുറത്ത് പോകാത്ത രീതിക്ക് വേണം ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള മുത്തുമണി ഇലയട റെഡിയായി കഴിയും. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.